നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒളിച്ചോട്ടങ്ങളുണ്ട്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് കീഴടങ്ങിയിരിക്കണം, ഒളിച്ചോടല്ല. ഇപ്പം നമ്മളെപ്പോഴും ഈ ഒളിച്ചോട്ടമാണ് കീഴടങ്ങൽ എന്ന് ഓർത്തിരിക്കുന്നത് അല്ല. എന്നാൽ ചിലരെന്ത് ചെയ്യുന്നോട്ടെ, അവരിതുഴി വരുമ്പോൾ അവരിതുഴി പോകും. കണ്ടാലല്ലേ കുഴപ്പമുള്ളൂ, മിണ്ടിയാലല്ലേ കുഴപ്പമുള്ളൂ. കാണുന്നില്ല, മിണ്ടുന്നില്ല. അപ്പോൾ എന്താണ്, നിങ്ങളുടെ അകത്ത് കീഴടങ്ങൽ എന്ന് പറഞ്ഞ സ്വഭാവം നിങ്ങളുടെ അകത്ത് ഉണ്ടാകുന്നില്ല. നിങ്ങൾ കീഴടങ്ങാതെ അഹങ്കാരിയായിട്ട് ഒളിച്ചോടി നടക്കുക. ഞാനങ്ങനെ പറഞ്ഞോണ്ടല്ലേ, ഞാൻ പറയുന്നില്ല, മിണ്ടുന്നില്ല, അതുവഴി വരുമ്പോൾ ഇതുവഴി അങ്ങ് പോവുക. അപ്പോൾ കീഴടങ്ങലല്ല, ഒളിച്ചോട്ടമല്ല. കീഴടങ്ങൽ എന്ന് പറഞ്ഞാൽ കീഴടങ്ങൽ, വിധേയപ്പെട്ടിരിക്കുക. യേശു 12-ാമത്തെ വയസ്സിൽ യെരൂശലേം ദേവാലയത്തിൽ വന്നിട്ട് 30 വയസ്സ് വരെ ആ പാവം പിടിച്ച യോസേഫിനും ആ പാവം പിടിച്ച മറിയയ്ക്കും കീഴടങ്ങിയിരുന്നു. എൻ്റെ പൊന്നെ, ആര്? യേശു. അത്രയും വലിയ അഭിഷേകമുള്ള യേശു ഒരു ആശാരിയുടെ കീഴി പതിയെ വന്ന അപ്പാ എന്ന് പറഞ്ഞ് നിന്നു. നമ്മുടെ അകത്തങ്ങ് അഭിഷേകം വന്ന പിന്നെ നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റ് പോലും കീഴടങ്ങത്തില്ല. അപ്പോൾ കീഴടങ്ങൽ എന്ന് പറയുന്നത്, കീഴടങ്ങൽ നമ്മൾ നമ്മെ തന്നെ വിധേയപ്പെടുത്തുകയാണ്, ഒളിച്ചോട്ടമല്ല. ഈ ജനം ഒളിച്ചോടുകയാണ്. നിങ്ങൾ പ്രതിസന്ധികളിൽ ഒളിച്ചോടരുത്. ദൈവം വരുത്തുന്നത് കാണുവാൻ സമർപ്പിതരായി ഇരിക്കണം.